നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കാനായിട്ട് പോണത് റൂൾ 4 ആണ്. അപ്പോൾ റൂൾ 3 വരെ നമ്മൾ പഠിച്ചു. റൂൾ 3 എന്തായിരുന്നു? ആപ്ലിക്കബിലിറ്റി ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇഷ്ടമാതിരി കമ്പനീസ് ഉണ്ട് അല്ലേ? ഈ കമ്പനീസിനകത്ത് റൂൾ 3 ആപ്ലിക്കബിൾ ആവുന്ന കമ്പനീസ് എന്ത് ചെയ്യേണ്ടി വരും? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഏത് റൂൾ അപ്ലൈ ചെയ്യുന്ന കമ്പനികളാ? റൂൾ 3 ആപ്ലിക്കബിൾ ആവുന്ന കമ്പനീസ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഏതൊക്കെ കമ്പനീസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ത്രെഷോൾഡാണ്, എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് റൂൾ 3 നമ്മൾ പഠിച്ചു. ഇനി ഈ റൂൾ 3 കവേർഡ് ആയിട്ടുള്ള കമ്പനികളിൽ കുറച്ച് കമ്പനീസ് എന്ത് വേണം? കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം. എന്താണ് ഈ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ് റെക്കോർഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓഡിറ്റ് നടപ്പിലാക്കണം. ഒരു കോസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് ആ പുള്ളി വന്നിട്ട് ഈ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ് റെക്കോർഡ്സിൽ എക്സാമിൻ ചെയ്ത് ഒരു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് തരും. ഇതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഏതൊക്കെ കമ്പനീസാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്തിരിക്കേണ്ടതെന്ന് പറയുന്ന റൂളാണ് നമ്മളുടെ റൂൾ 4 എന്ന് പറയുന്നത്. റൂൾ 4 നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു സമ്മറി ഫോർമാറ്റിൽ ഈ റൂൾ 4 പഠിക്കാം. അപ്പോൾ എത്തരത്തിലാണ് പഠിക്കുക എന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സമ്മറി എഴുതും, നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കാം. റൂൾ 4നെ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊന്ന് അനലൈസ് ചെയ്യാം. റൂൾ 4 സബ് റൂൾ 1, റൂൾ 4 സബ് റൂൾ 2, റൂൾ 4 സബ് റൂൾ 3. റൂൾ 4.1 ടേബിൾ എ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, എന്താണ് ടേബിൾ എ പ്രോഡക്ട്സ്, അതിൻ്റെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റൂൾ 4 സബ് റൂൾ 2 ടേബിൾ ബി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ടേബിൾ എയും ബി എവിടെയുള്ളത്? റൂൾ 3-ലാണുള്ളത്. ഇവിടെ ഉള്ളത് റൂൾ 3-ൽ. ഓക്കെ, 4.3 കോസ്റ്റ് ഓഡിറ്റിൻ്റെ എക്സ്ക്ലൂഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ എക്സ്ക്ലൂഷനെ കുറിച്ചിട്ടാണ് 4 സബ് റൂൾ 3 സംസാരിക്കുന്നത്. എന്തൊക്കെയാണ്? റൂൾ 4.1 സംസാരിക്കുന്നത് ടേബിൾ എ പ്രൊഡക്ട്സിൻ്റെ ഓഡിറ്റിനെ കുറിച്ചിട്ട്, 4.2 സംസാരിക്കുന്നത് ടേബിൾ ബിൻ്റെ പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ചിട്ട്, 4.3 പറയുന്നത് കോസ്റ്റ് ഓഡിറ്റിൻ്റെ എക്സ്ക്ലൂഷൻസ് ആണ്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവാത്തത് എന്നുള്ളതാണ്. 3 എക്സ്ക്ലൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? 3 എക്സ്ക്ലൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഈ എക്സ്ക്ലൂഷൻ വന്നിട്ട് റൂൾ 4ൻ്റെ എക്സ്ക്ലൂഷൻസ് ആണ്, റൂൾ 3യുടെ അല്ല. റൂൾ 3ക്ക് 2 എക്സ്ക്ലൂഷൻസ് ഉള്ളായിരുന്നു, നമ്മളത് പഠിച്ചു. അപ്പോൾ റൂൾ 4ൻ്റെ എക്സ്ക്ലൂഷൻ, അപ്പോൾ ഈ 3 സിറ്റുവേഷൻസ് ഞാൻ പറയും. അവിടെ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ കൂടിയും അവരെന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരും. ഓക്കെ, സോ ജസ്റ്റ് ഇത്രയൊന്ന് ഓർത്തിരിക്കുക. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റൂൾ 4ൻ്റെ സമ്മറി ഒന്ന് എഴുതിക്കാം. നമുക്ക് റൂൾ 3 പ്രകാരം എന്താ 2 ടേബിൾസ് അല്ലേ ഉള്ളത്? ടേബിൾ എയും അതുപോലെ തന്നെ ടേബിൾ ബിയും. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, ഈ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ടേബിൾ എയ്ക്കും അതുപോലെ തന്നെ ടേബിൾ ബിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ടേബിൾ എയ്ക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടേബിൾ എ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ സർവീസസിന് എന്താവത്തുള്ളൂ? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ടേബിൾ ബിയിലും 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടേബിൾ ബിയിലെ പ്രൊഡക്ട്സിനോ സർവീസസിനോ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, ടേബിൾ എയ്ക്ക് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ടേബിൾ എയ്ക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും. അതും ടേബിൾ ബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടേബിൾ എയ്ക്ക് ആപ്ലിക്കബിൾ ആയ ടേബിൾ എ ചെയ്യും നമ്മൾ. അതിനുശേഷം വന്നിട്ട് ടേബിൾ ബിയുടെ 2 കണ്ടീഷൻസ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ ടേബിൾ ബിക്ക് ആപ്ലിക്കബിൾ ആവും. അതും എയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് എത്തരത്തിലാണ് ആ കണ്ടീഷൻസ് വരുന്നതെന്ന് നമുക്കൊരു സമ്മറി രൂപത്തിൽ എഴുതി വെക്കാം. എഴുതിക്കോളൂ. ഇതാണ് നിങ്ങളുടെ ബോക്സ്. ഇവിടെ വരുന്ന കണ്ടീഷൻസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. മീൻസ് 2 കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി വരത്തുള്ളൂ. എഴുതാം. ആദ്യത്തേത്, ഓവറോൾ ടേൺ ഓവർ ഓഫ് ദ കമ്പനി. നമ്മൾ റൂൾ 3-ൽ കണ്ടതുപോലെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ടേൺ ഓവർ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇത് ആൻഡ് കണ്ടീഷൻസ് ആണ്. 1, 2 ഒരുമിച്ച് സാറ്റിസ്ഫൈ ആവണം. ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ
അണ്ടർ റൂൾ 3 എന്താണ്? അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് കവേർഡ് അണ്ടർ റൂൾ 3. എന്താണ് ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് കവേർഡ് അണ്ടർ റൂൾ 3 എന്ന് പറഞ്ഞാൽ? റൂൾ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ്. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നോ ആ പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെ എല്ലാം കൂടെ ടേൺ ഓവർ എടുത്തിട്ട് നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് കവേർഡ് അണ്ടർ റൂൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കമ്പനിയുടെ ടേൺ ഓവർ നോക്കണം. അതിനുശേഷം രണ്ടാമതായിട്ട് ഈ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസിൻ്റെ മൊത്തത്തിലുള്ള ടേൺ ഓവർ നോക്കണം. ഇത് രണ്ടും ഈ പറയുന്ന ത്രെഷോൾഡ് ലിമിറ്റുകൾക്ക് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ട്? അവർക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. അപ്പോൾ ടേബിൾ എക്ക് എത്ര ആണ്, ടേബിൾ ബിക്ക് എത്ര ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ടേബിൾ എ നിങ്ങൾക്കറിയാം റൂൾ 3 പറയുന്ന റെഗുലേറ്റഡ് സെക്ടർ ആണെന്ന് പറയുന്നത് ടേബിൾ എ. ടേബിൾ ബി എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് സെക്ടറുമാണ്. ഓക്കെ, ഈ ടേബിൾ എക്കകത്ത് എത്ര എൻട്രീസ് ഉണ്ട്? 6 എൻട്രീസ് ആണുള്ളത്. ടേബിൾ ബിക്കകത്ത് എത്ര ഉണ്ട്? 33. ഇതെല്ലാം നമ്മൾ റൂൾ 3 പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. ഇൻ കേസ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലെക്ചർ ഒന്നുകൂടെ കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടേബിൾ എയുടെ ക്രൈറ്റീരിയ വന്നിട്ട് 50 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്, 50 crore ഓർ മോർ. ഓക്കെ, ഏതാണ്? ഓവറോൾ ടേൺ ഓഫ് ദ കമ്പനി നോക്കുമ്പോൾ. അഗ്രിഗേറ്റ് ടേൺ ഓഫ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ് കവർഡ് അണ്ടർ റൂൾ 3 നോക്കുമ്പോഴത്തേക്കും അത് 25 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. ഓക്കെ, ഇതാണ് ടേബിൾ എയുടെ ക്രൈറ്റീരിയ. ടേബിൾ ബിയിലേക്ക് വരുമ്പോൾ തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേബിൾ ബിയിലേക്ക് വരുമ്പോൾ ഈ 50 100 കോടി അല്ലെങ്കിൽ മോറാവുന്നു, 100 crore ഓർ മോർ. രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ ഇത് 35 crore ഓർ മോർ ആവുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾക്കിത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കേസ് സ്റ്റഡി ഉണ്ട്. ആ കേസ് സ്റ്റഡി വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും? ഈ ഒരു ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ത്രെഷോൾഡ് ലിമിറ്റ്സ് എത്തരത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അടയാളപ്പെടുത്തി വെച്ചോളൂ. കോസ്റ്റ് ഓഡിറ്റ് എപ്പോഴാണ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഡിറ്റ് ആനുവൽ ബേസിസിലാണ് നടത്തുന്നത്. എന്താണ്? ആനുവൽ ബേസിസിൽ. നമുക്കറിയാം കോസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ മന്ത്ലി മെയിൻറ്റെയിൻ ചെയ്യും, ക്വാർട്ടർലി മെയിൻറ്റെയിൻ ചെയ്യും, സെമി ആനുവലി മെയിൻറ്റെയിൻ ചെയ്യും, ആനുവലി മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓരോ കമ്പനീസിന് ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ കോസ്റ്റ് ഓഡിറ്റ് എപ്പോഴും എന്താണ്? ആനുവൽ ബേസിസിലാണ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതുവരെ നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ഈ എക്സ്ക്ലൂഷൻസിലേക്ക് പോവാണ്. എക്സ്ക്ലൂഷൻസിൻ്റെ ഭയങ്കര വലിയ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നമ്മൾ ചെയ്യത്തില്ല, അത് അടുത്ത ഒരു സെഷനിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആ എക്സ്ക്ലൂഷൻസ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനൊന്ന് എഴുതാം. കോസ്റ്റ് ഓഡിറ്റ് അഥവാ റൂൾ 4 എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുകയാണ്, ഈ എക്സ്ക്ലൂഷൻസ് റൂൾ 4-നുള്ളതാണ്, റൂൾ 3-ക്കുള്ളതല്ല. മീൻസ് ഇവിടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടും കോസ്റ്റ് ഓഡിറ്റിന് മാത്രമാണ് ഇവിടെ നിന്നുള്ളത് ഒരു എക്സെപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എ കമ്പനി ഹൂസ് റവന്യൂ ഫ്രം എക്സ്പോർട്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് exceed 75% of its total revenue. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന് വേണ്ടിയിട്ട് വലിയ ഒരു ഡിസ്കഷൻ നമുക്ക് പിന്നെ വേണം. ഇപ്പം ജസ്റ്റ് ഇത് മാത്രം നോക്കാം. ഒരു കമ്പനി, ആ കമ്പനി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നു, വിദേശത്തേക്കും ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ വിദേശത്തേക്ക് ഒരു സാധനങ്ങളും സേവനങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ നാണയം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ മൊത്തം റവന്യൂ അഥവാ ടോട്ടൽ റവന്യൂ എടുത്ത് നോക്കിയതിന് ശേഷം ഈ ഫോറക്സ് ഏർണിങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഫോറക്സ് ഏർണിങ്സ് ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 75% കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് കോസ്റ്റ് ഓഡിറ്റ് വേണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂ എടുക്കണം, ഫോറക്സ് ഫ്രം എക്സ്പോർട്സ്, ഇത് 75% കൂടുതലാണെങ്കിൽ ഈ കമ്പനിക്ക് കോസ്റ്റ് ഓഡിറ്റ് വരത്തില്ല. അപ്പോൾ ഈ ഫോറക്സ് ഫ്രം ഏർണിങ്സ് എന്തിൻ്റെയാണ്, ടോട്ടൽ റവന്യൂ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഇപ്പോൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ടോട്ടൽ റവന്യൂ ആയിട്ട് ഈ ഫോറക്സ് ഏർണിങ്സ്, എക്സ്പോർട്ടിൽ നിന്നുള്ള ഫോറക്സ് ഏർണിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ അത് 75% കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് എന്ത് വരത്തില്ല? കോസ്റ്റ് ഓഡിറ്റ് വരത്തില്ല. അത്ര മാത്രം എന്ത് ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഈ കമ്പനി which is operating in special economic zone അഥവാ SEZ. എന്താണ്? ഈ കമ്പനി വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ. എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ? നമ്മൾ ഈ
പലപ്പോഴും കാണുന്ന IT പാർക്കുകളൊക്കെ ഇല്ലേ, അതെല്ലാം എന്താണ് SEZ ആണ്. ഈ SEZൽ ഒരു ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ധാരാളം അഡ്വാൻറ്റേജ് ഉണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ഏരിയനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, SEZs ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും SEZ ധാരാളം സഹായിക്കും. അപ്പോൾ ഈ SEZ ഈവൻ ദോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ, നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് കൺട്രി ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്ത് തന്നെ എക്സ്പോർട്ട് ആയിട്ടും ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ ഇമ്പോർട്ട് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു 99% കേസുകളിലും SEZ എന്തായിരിക്കും, വിദേശ രാജ്യങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കുക. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ട്, അല്ലെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ് SEZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്കൊരു റെഗുലേഷൻ റിലാക്സേഷൻ എന്ന രീതിക്ക് SEZൽ ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് എന്തില്ല, കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. അടുത്ത മൂന്നാമത്തത്, എ കമ്പനി വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ generation of electricity, okay, for captive consumption through captive generation plant. ഓക്കെ, ഇതെന്താണ്, ഒരു കമ്പനി സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഇലക്ട്രിസിറ്റി സ്വന്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ലക്സ് ഡോവ് പോലുള്ള സോപ്പുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇവർ കുറേയധികം ഇവരെന്ത് ചെയ്യുന്നു, കുറേയധികം വിൻഡ് മില്ല്, അതുപോലെ തന്നെ സോളാർ പാനൽസ്, സ്റ്റീം ടർബൈൻസ് അതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 മെഗാവാട്ടിൻ്റെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന വെച്ചോളൂ. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഇവരുടെ സ്വന്തം ഫാക്ടറിയിൽ മെഷീൻസ് ഒക്കെ ഓട്ടിച്ച് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു വെച്ചു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ക്യാപ്റ്റീവ് കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്വന്തം ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ക്യാപ്റ്റീവ് കൺസംഷൻ. ഇത്തരത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടേബിൾ എയിൽ വരുന്ന ഒരു ഐറ്റമാണ്. എന്താണ്, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, ജനറേഷൻ, ട്രാൻസ്മിഷൻ എല്ലാം ഇലക്ട്രിസിറ്റി അത് ടേബിൾ എയിൽ വരുന്നതാണ്. ത്രഷോൾഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റും മെയിൻറ്റെയിൻ ചെയ്യണം. ടേബിൾ എയിൽ വരുന്ന ത്രഷോൾഡ്സ് മെയിൻറ്റെയിൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ക്യാപ്റ്റീവ് ജനറേഷൻ ഇലക്ട്രിസിറ്റി ചെയ്യുന്ന, ക്യാപ്റ്റീവ് കൺസംഷന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് എന്തില്ല, ഈ ഇലക്ട്രിസിറ്റിക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല എന്നാണ് ഈ മൂന്നാമത്തെ എക്സ്ക്ലൂഷൻ പറയുന്നത്. ഇതിനെല്ലാം ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും. സോ എഴുതിയെടുക്കുക ഇത്. ഇനി നമുക്ക് ഈ ആപ്ലിക്കബിലിറ്റിയുടെ ഒരു കേസ് സ്റ്റഡിയിലേക്ക് പോവാം. ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ള കേസ് സ്റ്റഡി. ശ്രദ്ധിച്ചിരിക്കുക. സോ നോക്കാം. അതിനകത്ത് കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റിയും കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റിയും നമ്മൾ ഒരുപോലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് കേസ് 1 നോക്കാം. കേസ് 1, ടേബിൾ എയിലെ പ്രൊഡക്റ്റിന് 5 കോടി ടേൺ ഓവർ ഉള്ളത്, ടേബിൾ ബിയിലത് 10 കോടി. അങ്ങനെ ടേബിൾ എയും ബിയും കൂടെ കൂട്ടുമ്പോഴേക്കും 15 കോടി ടേൺ ഓവറാണ് ഈ കമ്പനിക്കുള്ളത്. മറ്റ് പ്രൊഡക്റ്റുകൾ, ടേബിൾ എയിലും ബിയിലും വരാത്ത പ്രൊഡക്റ്റുകൾ 19 കോടി. അങ്ങനെ മൊത്തത്തിൽ ഈ കമ്പനിയുടെ ടേൺ ഓവർ വന്നിട്ട് 34 കോടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് റെക്കോർഡ്സ് എവിടെയാണ് പറയുന്നത്, റൂൾ 3യിലാണ് പറയുന്നത്. അപ്പോൾ റൂൾ 3 പ്രകാരം എന്താ പറയുന്നത്, നിങ്ങൾ ടേബിൾ എയിലോ ബിയിലോ സർവീസസിലോ പ്രൊഡക്ട്സിലോ പ്രൊഡക്ഷനിലോ പ്രൊവിഷനിലോ എൻഗേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 35 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 34 ആണുള്ളത്, 35 ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇവിടെ കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. കോസ്റ്റ് ഓഡിറ്റിലേക്ക് വരുമ്പോൾ കോസ്റ്റ് റെക്കോർഡ്സേ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആ, റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേസ് 1 എന്തല്ല, കേസ് 1 കോസ്റ്റ് ഓഡിറ്റ് വരുന്നില്ല, കോസ്റ്റ് റെക്കോർഡ്സും വരുന്നില്ല. അടുത്ത കേസ് 2ലേക്ക് പോകാം. കേസ് 2ൽ ടേബിൾ എ വന്നിട്ട് 5 കോടി, ടേബിൾ ബി വന്നിട്ട് 10 കോടി, ടേബിൾ A+B വന്നിട്ട് 15 കോടി, മറ്റ് പ്രൊഡക്റ്റിൽ 25 കോടി. അങ്ങനെ മൊത്തം 40 കോടിയാണ് ഇവിടെ വരുന്നത്. കോസ്റ്റ് റെക്കോർഡ്സിലേക്ക് പോകുമ്പോൾ 35 കോടിയാണ് കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി. ഇവിടെ എയിലും ബിയിലും എൻഗേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം 40 കോടിയുണ്ട്, 5 കോടി കൂടുതലാണ്, 35 കൂടുതലാണ്. തീർച്ചയായിട്ടും ഇവിടെ എന്ത് വേണം, കോസ്റ്റ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആണ്. കോസ്റ്റ് ഓഡിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ടേബിൾ എയ്ക്കും ടേബിൾ ബിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ ടേബിൾ വരയ്ക്കുകയാണ് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബി, ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ നോക്കണം. ഇവിടെ റൂൾ 3യിൽ അല്ലെങ്കിൽ റൂൾ 3യിൽ കവർഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്, A+B ആണ്. A+Bയുടെ ഓവറോൾ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയാം. എന്താണ് അഗ്രഗേറ്റ് ടേൺ എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും കൂടെ ടേൺ ഓവർ കൂട്ടുന്നതാണ് അഗ്രഗേറ്റ് ടേൺ ഓവർ.
അപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര 50 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ, വന്നിട്ട് 25 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 100 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ, വന്നിട്ട് 35 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇതായിരുന്നു നമ്മുടെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കേസ് 2. അപ്പോൾ ടേബിൾ എ 5, ടേബിൾ ബി 10, മൊത്തം 15, മറ്റ് പ്രൊഡക്റ്റിൽ 25, മൊത്തത്തിൽ 40 കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുമെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്നത് കോസ്റ്റ് റെക്കോർഡ്സ് ആണ്, കോസ്റ്റ് ഓഡിറ്റ് ആണ്. നമുക്ക് നോക്കാം. ആദ്യമേ എയുടെ കണ്ടീഷൻ വന്ന് നോക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 50 കോടിയോ അതിൽ കൂടുതലായിരിക്കണം. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 40 ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ തെറ്റി. ഞാൻ പറഞ്ഞു ഈ 2 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ. അപ്പോൾ ആൻഡ് ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനെ പോയി, രണ്ടും കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ടേബിൾ എക്ക് എന്തില്ല, ആപ്ലിക്കബിലിറ്റി ഇല്ല കോസ്റ്റ് ഓഡിറ്റിൻ്റെ കേസ് 2. ബിയിലേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ വന്നിട്ട് കമ്പനി ടേൺ ഓവർ 100 കോടി അതിൽ കൂടുതൽ, ഇവിടെ 40 ഉള്ളൂ. അപ്പോൾ ഇവിടെയും ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, രണ്ടാമത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബിക്ക് എന്തില്ല, കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരം നോ ആണ്. കേസ് 3യിലേക്ക് നമുക്ക് പോകാം. ടേബിൾ എയിൽ 10, ടേബിൾ ബിയിൽ 15, ടേബിൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 25, മറ്റ് പ്രോഡക്റ്റുകൾ 26, മൊത്ത കമ്പനി ടേൺ ഓവർ 51. കോസ്റ്റ് റെക്കോർഡ്സ് തീർച്ചയായിട്ടും വേണം, 35 കൂടുതലാണ്. സോ യെസ്. കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 50 കോടിയോ അതിൽ കൂടുതലാണോ നോക്കുക. ഓവറോൾ ടേൺ 51 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോൾ എ പ്ലസ് ബി അഥവാ റൂൾ 3യിൽ കവർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് വന്നിട്ട് 25 കോടി അതിൽ കൂടുതലാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 25 ഉണ്ട് എക്സാക്ട്. തീർച്ചയായിട്ടും രണ്ടാമത്തെ കണ്ടീഷനും ആപ്ലിക്കബിൾ ആയി. അങ്ങനെ ടേബിൾ എ പ്രൊഡക്ട്സിന് എന്തായി, നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയെന്ന് പറയാനായിട്ട് പറ്റും. ടേബിൾ ബിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 100 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇവിടെ വരുമ്പോഴത്തേക്ക് 51 ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ടേബിൾ ബിക്ക് ആപ്ലിക്കബിൾ അല്ല. ഒൺലി ടേബിൾ എ പ്രൊഡക്ട്സിനാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ കേസ് നോക്കാം. നാലാമത്തെ കേസിനകത്ത് ടേബിൾ എ പ്രൊഡക്ട്സ് ഇല്ല, 0 ടേബിൾ ബി വരുമ്പോഴത്തേക്കും 25 കോടി ഉണ്ടാക്കുന്നുണ്ട് ടേൺ ഓവർ. എ പ്ലസ് ബി വന്നിട്ട് 25 കോടി, മറ്റ് പ്രൊഡക്റ്റിൽ 26, ടോട്ടൽ 51 ഇത്. കോസ്റ്റ് റെക്കോർഡ്സ് തീർച്ചയായിട്ടും വെക്കണം, 51, 35 കൂടുതലാണ്, തീർച്ചയായിട്ടും വെക്കണം. ബിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂൾ 3 സാറ്റിസ്ഫൈ ആയി. കോസ്റ്റ് ഓഡിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കാം. നമുക്ക് ടേബിൾ എ ചെക്ക് ചെയ്യാം. ടേബിൾ എ ചെക്കുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് കമ്പനിക്ക് 51 കോടി ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ 50 കൂടുതലാണ്, ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ടേബിൾ ബി നോക്കുമ്പോഴത്തേക്കും എ പ്ലസ് ബി ആഗ്രിഗേറ്റ് റൂൾ 3 കവേർഡ് ആയിരിക്കുന്നത് 25 കോടിയാണ്. അപ്പോൾ ഇവിടെ 25 തന്നെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ എക്ക് എന്തായി, കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കമ്പനി എയിലുള്ള ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റേ ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് റെക്കോർഡും കാണത്തില്ല, കോസ്റ്റ് ഓഡിറ്റ് എന്താവത്തില്ല, ആപ്ലിക്കബിൾ ആവത്തില്ല. അപ്പോൾ ഈവൻ ദോ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല, അവിടെ കോസ്റ്റ് ഓഡിറ്റ് വരത്തില്ല ഏത് ടേബിളിലെ പ്രൊഡക്ട്സിന്. ബി ചെക്ക് ചെയ്യാം. ബിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ 51 കോടിയാണുള്ളത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല, രണ്ടാമത്തെ നോക്കാനേ പോകണ്ട. ബിക്ക് എന്തില്ല, കോസ്റ്റ് ഓഡിറ്റ് വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു കമ്പനിക്ക് എന്തില്ല, കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിളേ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ അടുത്ത കേസ് നമ്പർ 5. ടേബിൾ എ വന്നിട്ട് 20, ടേബിൾ ബി 14, മൊത്തത്തിൽ 34, അതർ പ്രൊഡക്റ്റ് 75, ടോട്ടൽ 180. കോസ്റ്റ് റെക്കോർഡ് സംശയമില്ല, 35 കൂടുതലാണ്. ടേബിൾ എയിലും ബിയിലും ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കണ്ടീഷൻസ് നോക്കാം. ടേബിൾ എ പ്രൊഡക്റ്റിന് കോസ്റ്റ് ഓഡിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 50 അല്ലേ, അതിൽ കൂടുതൽ 180 ഉണ്ട്, ധാരാളം കൂടുതലാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ ടേബിൾ എയിലും ബിയിലുമുള്ള പ്രൊഡക്ട്സിൻ്റെ ടേൺ ഓവറാണ്, അഥവാ റൂൾ 3 കവേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതെന്താണ് 25 അല്ലെങ്കിൽ അതിൽ കൂടുതൽ. നോക്കുമ്പോഴത്തേക്കും 35 ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അങ്ങനെ നമുക്ക് പറയാം ടേബിൾ എക്ക് എന്തായി, കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി എന്ന് പറയാനായിട്ട് പറ്റും. ടേബിൾ ബിയിലേക്ക് ഒന്ന് നോക്കാം. നമുക്ക് ടേബിൾ ബിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഇവിടെ 180 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. രണ്ടാമത്തെ കണ്ടീഷൻ എ പ്ലസ് ബി 35 കോടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഇവിടെ വരുമ്പോൾ 34 ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. അപ്പോൾ ബിക്ക് എന്തില്ല, കോസ്റ്റ് ഓഡിറ്റ് വരുന്നില്ല. ഓക്കെ, സോ ആ ഒരു കേസും കഴിഞ്ഞു. നമുക്കിനി അടുത്തതിലേക്ക് പോവാം. കേസ് നമ്പർ 6. ഇവിടെ ടേബിൾ എ വന്നിട്ട് 20, ടേബിൾ ബി വന്ന് 20, ടേബിൾ എ പ്ലസ് ബി 40 20 കൂടെ കൂട്ടി, മറ്റ് പ്രൊഡക്റ്റുകൾ 61. അങ്ങനെ മൊത്തം കമ്പനിയുടെ ടേൺ ഓവർ വന്നിട്ട് എത്രയാണ്, 101. എ പ്ലസ് ബി 40. ഇവിടെ നമുക്ക് കോസ്റ്റ് റെക്കോർഡ് തീർച്ചയായിട്ടും വേണം, 101 ഉണ്ടായതുകൊണ്ട് തന്നെ. ഇനി
ടേബിൾ എയുടെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ 50 വേണ്ടത്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ കാരണം 101 ഉണ്ട്. രണ്ടാമത്തത് A+B എന്ന് പറയുന്നത് 25 ആയിരിക്കണം, ഇവിടെ 40 ഉണ്ട്. രണ്ടാമത്തതും സാറ്റിസ്ഫൈ ആയി. അങ്ങനെയാണെങ്കിൽ എയ്ക്ക് എന്തായി? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി. എയ്ക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി. ബിയിലേക്ക് വരുമ്പോൾ എന്താണ്? 100 കോടിയാണ് കമ്പനിയുടെ ഓവറോൾ ടേൺ ഓവർ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, എന്നാലും മാത്രമേ ബിക്ക് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. രണ്ടാമത്തെ വന്നിട്ട് A+B എന്ന് പറയുന്നത് 35 കോടി അതിൽ കൂടുതലായിരിക്കണം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 40 കോടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അങ്ങനെ നമുക്ക് പറയാം ബിക്കും കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി. അപ്പോൾ ഇവിടെ എ ആൻഡ് ബിക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കബിലിറ്റി ചെക്ക് ചെയ്യുന്നത്, ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ എത്തരത്തിൽ ചെക്ക് ചെയ്യണമെന്നും അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റിന് എന്തൊക്കെ എക്സ്ക്ലൂഷൻസ് ഉണ്ടെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.